2024 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് He പ്ലസ് അയോൺ ഇസ് -x. അതായത് He പ്ലസിന്റെ ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ നിൽക്കുകയാണെങ്കിൽ അതിന്റെ എനർജി -x ജൂൾ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഇനി B3+ സെക്കൻഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന്റെ എനർജി എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എനർജി ഓഫ് ആദ്യം നമ്മൾ He+ എനർജി കാണാം. ഈ He+ കാണാം. ഈ He+ കണ്ടു കഴിഞ്ഞാൽ ഇതാ ഗ്രൗണ്ട് സ്റ്റേറ്റ് He+ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോൺ നിന്നുള്ള എനർജി എത്ര നോക്കാം. -2.18 × 10⁻⁻18 × Z²/n² ജൂൾ ആണ് അല്ലെ, ജൂൾ പെർ ആറ്റം ആണ്. അത് ഹൈഡ്രജനിലായി കാട്ടത്തിന്റെ എനർജി കാണാൻ ഇക്വേഷൻ ആണ്. സോ എനർജി കാണാൻ ഇക്വേഷൻ -2.18 × 10⁻⁻18 × Z². ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. സോ 2²/1². യെസ്, ഫസ്റ്റ് ഓർബിറ്റൽ അല്ലേ, n=1 ആണ്. ഫസ്റ്റ് ഓർബിറ്റൽ n=1 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 2 ആണ് അല്ലെ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2. സോ 2² ഇട്ട് കൊടുക്കുക. സോ ആ എനർജി എത്ര കിട്ടുക? -2.18 × 10⁻⁻18 × 4 ആണ് കിട്ടുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു x എന്നാ പറഞ്ഞത്. ദാറ്റ് ഈസ് ഈക്വൽ -x ആണോ x ആണോ? ദാറ്റ് ഈസ് ഈക്വൽ -x ആണ്. അതിനെ വിളിക്കുന്നത് -x. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, B3+ന്റെ സെക്കൻഡ് ഓർബിറ്റ്, എനർജി ഓഫ് B3+ന്റെ സെക്കൻഡ് ഓർബിറ്റിൽ എനർജി ഉണ്ടെങ്കിൽ, ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന്റെ എനർജി എത്രയ്ക്കും? എനർജി കാണാൻ ഇക്വേഷൻ വീണ്ടും ഇതാ, En = -2.18 × 10⁻⁻18 × Z²/n² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. സോ -2.18 × 10⁻⁻18 × ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. സോ 4²/n², സെക്കൻഡ് ഓർബിറ്റ് ആയതുകൊണ്ട് 2² കൊടുക്കുക. സോ എത്ര കിട്ടുക? -2.18 × 10⁻⁻18 × 16/4 ആണ്. 16/4 അല്ലേ? 16/4 എത്രയാ? 4 ആണ്. സോ -2.18 × 10⁻⁻18 × 4 ആണ്. റെഡി അല്ലേ? ഇവിടെയും വന്നത് 4, ഇതേ ആൻസർ ആണ്. ഇവിടെയും വന്നത് 4 തന്നെയാണ്. ഇതേ ആൻസർ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം? -x എന്ന് വിളിക്കാം. -x. ഇവിടെ ഇത് -x ആണെങ്കിൽ ഇത് എന്തായിരിക്കും? -x ആയിരിക്കില്ലേ? സോ B3+ന്റെ സെക്കൻഡ് ഓർബിറ്റിലെ എനർജി എത്ര എന്ന് വെച്ചാൽ it is equal to -x ആണല്ലേ.